കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നത് ആ ഇപ്രകാരമാണ്. യഹോവ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന സംസാരം. അതാണ് പ്രധാന വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാവും പകലും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആരാ അവളെ? ആരാ? ദൂതന്മാർ. ദൂതന്മാർ ആരോട് പറയണേ? ദൈവത്തോട് അല്ല, പിന്നെ തമ്മിൽ തമ്മിൽ. ഒരു ദൂതൻ മറ്റൊരു ദൂതനോട് പറയാ, യഹോവ ആരാണ്? പരിശുദ്ധനാണ്. അപ്പൊ ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ സൃഷ്ടി ദൈവത്തോടല്ല പറഞ്ഞത്, അയ്യോ നീ ഭയങ്കരമല്ല, അങ്ങനെയല്ല പറയുന്നത്. അത് പറയണം, തമ്മിൽ തമ്മിൽ അറിഞ്ഞുകൊണ്ട് പറയണം. സൈന്യങ്ങളെ പരിശുദ്ധൻ. ഇത് തന്നെയാണ് ഇതിന്റെ മറ്റൊരു രൂപമാണ്. കർത്താവ് ലോകത്തിലേക്ക് നോക്കുന്നു, ദൂതന്മാര് രാപ്പകൽ സറാഫകൾ ആരാധിക്കുമ്പോൾ ഒരുവനോട് ഒരുവൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ഉമ്മർപ്പടികൾ ഇളകി ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം ഇന്ന് ഈ സൃഷ്ടിയെ നോക്കുകയാണ്. മനുഷ്യര് തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം നോക്കുക, ശ്രദ്ധ വെച്ച് കേൾക്കുക. യഹോവ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുക. ഈ സംസാരത്തിലും കർത്താവ് വേറൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. എന്താണ്? കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകും. ദൈവം സങ്കടപ്പെട്ടു പോകുന്ന വിഷയങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഏതാണ്? യഹോവയെ വിശ്വസ്തന്മാർ ഭൂമിയിൽ മനുഷ്യപുത്രന്മാരുടെ കുറഞ്ഞിരിക്കുന്നു. ഒരുവൻ തന്റെ സഹോദരനോട് ഭോഷ്ക് സംസാരിക്കുന്നു. വ്യാജം. ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് ദുഃഖിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ്. എന്താണ്? ഭോഷ്ക്. രണ്ടാമത്തതാണ് കപടം സംസാരിക്കും. കപടം സംസാരിക്കും. മൂന്നാമത്തതാണ് വേദവസ്തുവിൽ എഴുതിയിരിക്കുന്നത്. ചില 4-5 വിഷയങ്ങളുണ്ട്. ആ മൂന്നാമത്താണ് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? വിവരിച്ചു പറയുന്ന സ്വപ്നത്താൽ അവൻ എന്റെ നാമത്തെ മറന്നുകളയാറാക്കുന്നു. സ്വപ്നം കണ്ടതിന് ശേഷം എഴുന്നേറ്റിരുന്നതിന് ശേഷം കണ്ടതൊന്നും ഹൃദയത്തിലിരിക്കുന്നത് അതനുസരിച്ച് ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് പറയുക. തമ്മിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവസഭയില് ദൈവം അത്യധികമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവജനം തമ്മിൽ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നതിൽ നമ്മൾ പറഞ്ഞ കേട്ടല്ലോ, നമ്മള് പലപ്പോഴും നമ്മൾ എന്താ സംസാരിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ലാന്ന്. പക്ഷെ നാളെ വിസ്തരിക്കുന്ന ദിവസം വരും. വിസ്തരിക്കുന്ന ദിവസം എന്റെ നാമത്തെ മാനിച്ചാണ് അവൻ സംസാരിച്ചതെന്ന് പറയുന്ന ഒരു ദിവസം വരും. ഒരു കാലഘട്ടം കഴിയും. കർത്താവ് സ്തോത്രം. ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും, ഒരു കാലഘട്ടം കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോബ് എത്ര നാളും ഉണ്ടായിരുന്നു? എത്ര വർഷം? ഓരോരുത്തരും ഓരോ കണക്ക് പറയുന്നുണ്ട്. യോബിന്റെ വർഷം കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? 25 വർഷം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 25 വർഷം. നമുക്ക് ഒരു ദിവസം പോലും കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരും. ഇത് 25 വർഷത്തും കൂടെ നോക്കിയിരുന്നു. 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറയാം. ആര് പറഞ്ഞതെന്നറിയാമോ? മറ്റേ എലീഫസും ബിൽദാദും സോഫറും പറഞ്ഞത് ഭയങ്കര കാര്യങ്ങളാണ്. ദൈവ നീതിമാനാണെന്നും യോബിന്റെ തെറ്റാണിത്. 100 വലിയ കർത്താവിന്റെ വേലയാ ചെയ്തത്. പക്ഷെ അവസാനം കർത്താവ് എഴുന്നേറ്റപ്പോ കർത്താവ് പറഞ്ഞതാ, എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം വരും. ഞാൻ എന്റെ നാവിനെ അടക്കി, എന്റെ ഹൃദയത്തെ അടക്കി. ഞാൻ മിണ്ടുന്നില്ല. ഞാൻ എന്റെ നാവ് കൊണ്ട് എന്റെ സഹോദരനോട് ഒരു കാര്യം പറയുന്നുവെങ്കിൽ ഒന്നാമത് നുണ പറയുന്നു, 2 കപടം സംസാരിക്കരുത്, മൂന്നാമത്തത് വിവരിച്ച് പറയുന്ന, അതായത് നമ്മൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പറയരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് അത്രയധികം ദുഃഖിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നിശ്ചയമായിട്ടും ഇതിന് കണക്ക് പറയേണ്ടി വരും. അപ്പോൾ എഴുതാൻ സംവിധാനമുണ്ട്. സ്മരണ പുസ്തകം എന്ന് പറഞ്ഞു. ഈ സ്മരണയുടെ പുസ്തകത്തിൽ നമ്മളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ദൈവമേ, അതിന്റെ മുമ്പാകെ നമുക്ക് വിറയ്ക്കാം.
നമുക്ക് ഭയപ്പെടാം. കാരണം എനിക്കിപ്പോ ഞാൻ പറഞ്ഞ ആ കാര്യം നടക്കും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഏറ്റിരിക്കും, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരു ന്യായവിധി ഉണ്ടെന്ന് യോബ് പറഞ്ഞതാണ്. യോബ് പറഞ്ഞ വാക്കെന്നറിയാം, കാര്യത്തിന്റെ മൂലം എന്നിൽ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഒരു ന്യായവിധി ഉണ്ടെന്ന് ഓർത്തുകൊള്ളു. എല്ലാവരും കൂടെ കൂടി പാസ്സാക്കുക. എന്താണെന്നറിയാം, യോബിന് ഇങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അനുഭവം ദുരനുഭവം വന്നിട്ടുണ്ടെങ്കിൽ, കാര്യത്തിന്റെ മൂലം ഇതിന് കാരണം എവിടെയുണ്ട്? ഒരു കാരണമില്ലാതെ ഇങ്ങനെ സംഭവിക്കും. എല്ലാവരും കൂടെ കൂടി പാസ്സാക്കിയതാ. അവൻ ഇന്ന് ഈ കിടന്ന് അനുഭവിക്കണമെങ്കിൽ ദൈവം നീതിമാനല്ലേ? അതെ. അപ്പൊ അവൻ അനുഭവിക്കുന്നതിന് എന്തുണ്ട്? കയ്യിലിരിപ്പതാണ്. അപ്പൊ യോബ് അന്നേ പറഞ്ഞു, കാര്യത്തിന്റെ മൂലം എന്നിൽ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പക്ഷെ ഒരു കാര്യം ഓർത്തു കൊള്ളണം, എന്തുണ്ട്? ഒരു ന്യായവിധി ഉണ്ടെന്ന് ഓർത്തു കൊള്ളണം. അതേപോലെ തന്നെ വന്നു, അതേപോലെ തന്നെ. ഒടുവില് കർത്താവ് പറഞ്ഞു, എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ കോപം നിങ്ങളുടെ മേൽ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പോയി പരിഹാരയാഗം കഴിക്കണം. പരിഹാരയാഗം കഴിച്ച് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവ് നാമത്തെ ഭയപ്പെട്ട് സംസാരിച്ചവരായിരിക്കും എന്ത് വേണ്ടത്? മറ്റവൻ നശിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് യോബാണ്. കാരണം അവനാണ് ദൈവനാമത്തെ ഭയപ്പെട്ട് സംസാരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം തന്നിഷ്ടം സംസാരിച്ചപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെട്ട് സംസാരിച്ചു. ദൈവത്തിന് അവൻ പറയുന്നത്, അവൻ പ്രാർത്ഥിക്കട്ടെ. അവൻ പ്രാർത്ഥിച്ചു. ന്യായവിധിയിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി. പക്ഷേ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഏത് സ്ഥിതിക്ക്? യോബിന്റെ സ്ഥിതിക്ക്. മനുഷ്യന്റെ സ്ഥിതി മാറുന്ന ഒരു ദിവസമുണ്ട്, സ്ഥിതി മാറ്റുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇതാ ഇവൻ മനനയുടെ പുസ്തകം എടുത്തു വെച്ചതിന് ശേഷം ഇവൻ എന്റെ നാമത്തെ ഭയപ്പെട്ട് സംസാരിച്ചവനാണെന്ന് നമ്മെക്കുറിച്ച് പറയാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാണ്, നമ്മുടെ ജീവിതം അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കാം, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാം. ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ.